വിശദമായ സ്വാഗത പ്രസംഗമായിരുന്നു. എന്തായാലും പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, പരിസരം ശുചിത്വം നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ള സ്ലോഗൻ ഉയർത്തിക്കൊണ്ട് മാലിന്യമുക്ത നാടിനായി മാലിന്യമുക്ത നവകേരളം കെട്ടിപ്പടുക്കുന്നതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് സുവർണ്ണനഗർ റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെയൊരു മഹത്തരമായ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. അതിനാദ്യം തന്നെ ഇതിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെയും ഒരു അസോസിയേഷൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളാണ്. എല്ലാവരെയും ഉത്തരങ്ങൾ പ്രശംസിക്കാനായിട്ട് വേദിക്കുകയാണ്. അപ്പം എല്ലാവർക്കും കൃത്യമായ ഗാന്ധിജയന്തി ആശംസകൾ നേരുന്നു. വളരെ അഡ്വാൻസ്ഡ് പറഞ്ഞ സമയത്തിനും കൃത്യത പാലിച്ചുകൊണ്ട് തന്നെ മറ്റു ചടങ്ങുകളൊക്കെ തീർത്ത് വയ്ക്കുന്ന ഒരു പാരമ്പര്യമാണ് ഈ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. കൃത്യനിഷ്ഠ അതിൻ്റെ സംഘാടകർ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. കണ്ണൂർ നഗരസഭ വൈസ് ചെയർമാനുടെ അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. നമുക്കറിയാം, ഏറ്റവും സുന്ദരമായി നമ്മുടെ നഗരം കിടക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. എവിടെയാണോ വൃത്തിഹീനമായി കിടക്കുന്നത് അങ്ങോട്ടേക്ക് ഈ മാലിന്യം വലിച്ചെറിയാനുള്ള ടെൻഡൻസി സ്വാഭാവികമായി നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ നഗരത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരമാക്കി വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എല്ലാ നഗരസഭകളും മാലിന്യമുക്ത നഗരസഭകളായി പ്രഖ്യാപിക്കാനുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നഗരസഭ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം 2 കിലോമീറ്ററിലധികം വരുന്ന നമ്മുടെ അന്നദാനം തോടി ശുചീകരണ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ജനപങ്കാളിത്തത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ചടങ്ങാണ് 8 മണിക്ക് കളക്ടർ വന്നിട്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൻ്റെ തുടർച്ചയൊരു പെഡസ്ട്രിയൻ ഫെസിലിറ്റേഷൻ കൗൺസിൽ അവിടെ നമ്മുടെ പൂർണ്ണത്രയീശ ക്ഷേത്രം മുതൽ ഒരു സ്ട്രെച്ച് അവർ വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നും ഈ ശുചീകരണ പ്രവർത്തനം മാത്തൂർ വരെയുള്ള ഒരു വലിയൊരു നല്ലൊരു ദൂരം വരുന്നുണ്ട്. ആ സ്ട്രെച്ച് സുവർണ്ണനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ കൂട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നഗരസഭയിലെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന കുറച്ച് ആരോഗ്യ വിഭാഗം ജീവനക്കാരോ വിചാരിച്ചാൽ നമ്മുടെ നഗരത്തെ ഇത്രയും സുന്ദരമായ നഗരമാക്കി വയ്ക്കാൻ സാധിക്കില്ല. അവിടെ അവർ കോട്ട് ചെയ്ത് പറഞ്ഞത് നമുക്ക് സുൽത്താൻ ബത്തേരി നഗരസഭ പോലെ ആയിക്കൂടെ എന്ന്. ആ നഗരസഭയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയാണ്, അവിടെ അത്രയും വൃത്തിയായിട്ടാണ് അവർ ആ നഗരത്തെ കൊണ്ടു നടക്കുന്നത്. ഞാനപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് അടുത്ത വർഷം തൃപ്പൂണിത്തുറ നഗരസഭ പോലെ ആയിരിക്കണം മറ്റ് നഗരസഭകൾ എന്ന് പറയത്തക്ക വിധത്തിലേക്ക് നമുക്ക് നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും ഈ ഇത്രയും പേര് അസോസിയേഷനിൽ എനിക്ക് തോന്നുന്നു മുഴുവൻ ആളുകളും തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് നല്ല നേതൃപാഠമുള്ള അസോസിയേഷൻ്റെ ഭാരവാഹികൾ അതിനെ അവരെടുക്കുന്ന തീരുമാനങ്ങളെ ഏത് നല്ല തീരുമാനത്തോടൊപ്പം നിൽക്കുന്ന അസോസിയേഷൻ കുടുംബാംഗങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ഈ അസോസിയേഷനുകളെല്ലാം ചേർത്തുകൊണ്ട് നമ്മുടെ നഗരസഭ പ്രദേശത്ത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് നഗരസഭ കളക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന ആ ഒരു പാരമ്പര്യത്തിലേക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അപ്പോൾ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ഈ യുവതലമുറ ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊച്ചു കുട്ടികളെ ഇതിൽ അണിനിരത്തിയതാണ്. അവിടെയും അത് തന്നെ കുട്ടികളുണ്ട്. അപ്പോൾ ഇവരാണ് അടുത്ത നമ്മുടെ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങൾ. ഇവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക, അവർ അതിൽ പങ്കാളികളാക്കുമ്പോഴാണ് അവർക്ക് ഈ ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇനി ഇതൊന്ന് ശരി പദയാത്രയാണ്. ഈ പദയാത്രയ്ക്ക് ശേഷമാണ് നിങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളാകുന്നത്. പോകുന്നതിന് കളക്ട് ചെയ്യുക. അത് ശരി. ബ്ലോഗിങ് അറിയാം അല്ലേ, എല്ലാം കളക്ട് ചെയ്ത് അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു അതൊരു പ്രത്യേക ഒരു വലിയൊരു സന്ദേശം എനിക്ക് തോന്നുന്നു സമൂഹത്തിലേക്ക് നൽകുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഒരു നിർണയത്തിൽ ചേർത്ത് നിർബന്ധിക്കാൻ വേണ്ടി അവസരം നൽകുകയാണ്. എന്തായാലും എൻ്റെ സംസാരത്തേക്കാൾ കൂടുതൽ പ്രസക്തമായിട്ടുള്ള നിങ്ങളുടെ പ്രവൃത്തിയാണ്. സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രവർത്തിക്കാനാണ് പാട്. സംസാരവും പ്രവൃത്തിയും ഒരുപോലെ വരുമ്പോഴാണ് നമുക്കതിന് വിജയം കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ലക്ഷ്യം വെച്ച് നേടാൻ കഴിയാത്ത ഒന്നുമില്ല. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ സുവർണ്ണനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മാലിന്യമുക്ത നാടിനായി കൈകോർക്കാം എന്നുള്ള ഈ ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഹൃദയപൂർവ്വം നിർവഹിച്ച് അറിയിച്ചു.